ഒരു കായലുമായൊക്കെ ബന്ധപ്പെടുത്തി ഒരു കൂട്ടായ്മ കർത്താവ് നിനക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ തന്നെ. ഓ ജീസസ് കർത്താവേ, അഭിഷേകത്തിന്റെ പുതപ്പ് നിലവിൽ വീഴുകയാണ് കേട്ടോ. സുവിശേഷത്തിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുകയാണ്. തീരദേശങ്ങളിലും കായലുമായൊക്കെ ബന്ധപ്പെടുത്തി ഒരഭിഷേകം നിന്റെ പേര് വ്യാപരിക്കുകയാണ്. നീ കർത്താവിന്റെ വചനം പറയാൻ പോവുകയാണ് കേട്ടോ. കർത്താവിന്റെ വചനം പറയുവാൻ തയ്യാറായിക്കോ. നിന്റെ നാവിനെ പരിശുദ്ധം വിസ്താരമാക്കുകയാണ്. ഒരു നന്മയുടെ ഉറവ നിനക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കുകയാണ്. ഒരു നന്മയുടെ ഉറവ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. നിന്റെ കർത്താവ് പേര് ചൊല്ലി വിളിച്ചതാണ് കേട്ടോ. അനേക ജാതികൾക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ നിന്റെ വാക്കിന് വലയവക്കാം. നിന്റെ വാക്കിന് വലയവക്കാം. അവൻ വാക്കിന് വലയിറക്കിയത് പോലെ ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടിയത് പോലെ ഒരു പത്രോസായി മാറാൻ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഒന്നും ലജ്ജിച്ചു പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ചില ദേശം നിനക്ക് പരിശുദ്ധമാ തരാൻ പോവുക. ആദ്യം ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടാവണം. മനസ്സ് തകർന്നു പോകാതെ കർത്താവിന് വേണ്ടി പ്രസംഗിച്ചോ, കർത്താവിന്റെ സുവിശേഷം അറിയിച്ചോ. ഞാൻ കാണുന്നു തീരദേശവും കായൽ തീരത്തൊക്കെയും ആമേൻ ഹല്ലേലൂയ ജാതികളുടെ ഇടയിൽ നിന്ന് കർത്താവിനെ നീ പ്രസംഗിക്കും. അനേക ജാതികൾ രക്ഷയിലേക്ക് കടന്നു വരും. യേശുവിനെ അറിയും. നിന്റെ വലം നിറയാൻ പോവുകയാണ്. സുവിശേഷത്തിന്റെ വല മാത്രമല്ല കേട്ടോ, ഒരു നന്മയുടെ വലയും. ഓ ഞാൻ കാണുന്നു ആ പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ വല കീറിപ്പോയതുപോലെ അങ്ങനെ ഒരു നന്മയുടെ ഉറവ നിന്റെ കരത്തിൽ പരിശുദ്ധാത്മാവിൽ അഭിഷേകത്തിന്റെ പുതപ്പ് ഈ സഭ അനേകരെ നന്മയിലേക്ക് നയിക്കുന്ന സമയം, അനേകരെ സമ്പത്തിലേക്ക്